വരൂ. പിന്നെ ഇതാണ് നമ്മുടെ സാനിറ്ററി ഐറ്റംസിന്റെ ഏരിയ. സാറേ ഈ CCTV മാത്രമായിട്ട് ബിസിനസ് ചെയ്ത് ലാഭം കിട്ടില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ ഈ സാനിറ്ററി ഐറ്റംസ് കൂടി ഒന്ന് ആഡ് ചെയ്തത്. നന്നായി. സാറേ ഇതാണ് എന്റെ വൈഫ്, മോൻ, അമ്മ. സാർ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഞാനും ഒരാദ്യമായിട്ട് കാണുക. അല്ല, നമ്മൾ തന്നെ പരിചയപ്പെട്ടത് ഈ അടുത്ത കാലത്തല്ലയോ? പക്ഷേ ഇനി ഞങ്ങൾ തമ്മിൽ എപ്പോഴും കാണേണ്ടി വരും. അങ്ങനെയാ ഞങ്ങളുടെ ഒരു ഡീല്. ഈ പാർട്ട്ണർഷിപ്പ് ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഇതിൽ കുറച്ച് ഫണ്ട് സാർ ഇറക്കിയിട്ടുണ്ട്. അത് തിരിച്ചു കൊടുക്കുന്നവരെ പീതാംബരൻ സാറും പാർട്ണർ ആയിരിക്കും. അല്ല, ഇതിന്റെ മാത്രമല്ല, പലതിന്റെയും നഷ്ടം വരുന്ന ഓരോ ഏർപ്പാടിനും പീതാംബരനെ കിട്ടില്ല. അതുകൊണ്ട് എന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ എന്തെങ്കിലും ചെയ്യൂ. അല്ല, സാറിന് വീട്ടിലേക്ക് എന്തോ സാധനമാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഐറ്റംസ് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കട്ടെ. വരൂ സാർ. എല്ലാ ബ്രാൻഡഡ് ഐറ്റംസാ, ക്വാളിറ്റിക്ക് ഒരു കുറവ് വരുത്തില്ല. നമുക്ക് വീട്ടിലേക്ക് പോയാലോ മോളെ? അമ്മ, നിനക്ക് ആർച്ചമോളെയും ഭദ്രമോളെയും കാണണമെന്ന് പറഞ്ഞില്ലേ? വേണം അമ്മ, അവരെ കാണാനും കൂടെ വേണ്ടിയാ ഞാൻ വന്നത്. ഞാൻ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. അച്ഛൻ സമ്മതിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോവാം. ശരി, വാ. ബ്രാൻഡഡ് ആവും, പിന്നെ ക്വാളിറ്റി ആരും നോക്കട്ടെ. ഇതൊക്കെ കണ്ടോ, എല്ലാം ബ്രാൻഡഡ് ഐറ്റംസാ. എന്താ പറയാ, നമുക്ക് അങ്ങോട്ട് മെല്ലെ പിടിച്ച് കെരിക്കോടാ. നോക്കി പിടിക്കണേ. ഞാനെങ്ങും വരുന്നില്ല. നീ നിന്റെ അമ്മയുടെ അടുത്ത് പോയി കളിച്ചോ, അതാ നല്ലത്. നീ വല്ല പിച്ചക്കാരുടെയും പുറകെ പോയാ നിന്റെ അമ്മ എന്നെയല്ലേ വഴക്ക് പറയുന്നത്. എനിക്ക് ശ്യാമോള് മതി. സ്വന്തം ചോര എന്തായാലും എന്നെ തിരിഞ്ഞു കൊത്തില്ലല്ലോ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? കൊച്ചു കുഞ്ഞിനോട് പറയേണ്ട ഭാഷയാണോ ഇതൊക്കെ? അതെന്താടി, ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്. ഇതിലും കടുത്ത ഭാഷ നിന്റെ ഏട്ടത്തി എന്നോട് പറഞ്ഞല്ലോ, അത് നീ കേട്ടില്ലേ? അത് അമ്മ ഉത്തരവാദിത്വം ഇല്ലായ്മ കാണിച്ചതുകൊണ്ടാ. ആ സിറ്റുവേഷനിലെ ആരായാലും അങ്ങനെ പറഞ്ഞു പോകും. മതി സത്യ, ഞാനും എന്റെ മോനും രക്തബന്ധമല്ലെന്ന് പറഞ്ഞില്ലേ? അത് മതി. ഭാനു, വാ. നമുക്ക് ഹൗസ് ബോട്ട് യാത്ര ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പൊ തന്നെ തിരിച്ചു പോയല്ലേ സത്യ? കുടുംബമായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാ. ഇതിപ്പോ കുടുംബമാകുമ്പോ ഇണക്കം പിണക്കൊക്കെ ഉണ്ടാവും. അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നവരൊക്കെ ഇവിടെ നിന്നാ മതി. എവിടെ നിന്നാ മതിന്നാ? ഈ ട്രിപ്പിലോ അതോ അമ്മയുടെ കുടുംബത്തിലോ? ഓ, എവിടെയായിരുന്നാലും. നമ്മള് വിച്ചുമോന്റെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ട്രിപ്പ് ആലോചിച്ചത് തന്നെ. പക്ഷെ അതെങ്ങനെയായി പോയല്ലോ ഇന്ദ്രേട്ടാ. നമ്മളെ തനിച്ചു വിടാതെ ഇതൊരു ഫാമിലി ട്രിപ്പാക്കി മാറ്റിയപ്പോ ഞാൻ വിചാരിച്ചത് അമ്മ നമ്മളുമായിട്ട് വീണ്ടും എടുക്കാൻ ശ്രമിക്കായിരിക്കുന്ന. അത് ഇന്ദ്രേട്ടന്റെ മനസ്സിലെ നിഷ്കളങ്കത കൊണ്ട് തോന്നതാ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. നമ്മൾ മാത്രമായിട്ട് പോയി സന്തോഷിക്കേണ്ടെന്ന് കരുതിയാ അമ്മ ഇതിലേക്ക് നുഴഞ്ഞു കയറിയത്. ഇന്നലെ നമ്മള് ഒരു മുറിയിൽ തങ്ങാൻ പോലും അമ്മ സമ്മതിച്ചില്ല. അത് കാശ് ലാഭിക്കാൻ വേണ്ടിയാണെന്ന് ഇന്ദ്രേട്ടന് തോന്നുന്നുണ്ടോ? അല്ല. എന്തായാലും അവരോടൊപ്പം കിടന്നുകൊണ്ട് ഇന്നലെ പുതിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പുതിയ എന്ത് കാര്യങ്ങൾ? അതൊക്കെയുണ്ട്. സമയമാവുമ്പോ ഞാൻ ഇന്ദ്രേട്ടനോട് പറയാം.